2 ഉരുളക്കിഴങ്ങ് കയ്യിലുണ്ടെങ്കിൽ വൈകിട്ട് ചായയ്ക്ക് നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ കുട്ടീസൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന അത്രയ്ക്ക് ടേസ്റ്റില് ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ അതിനായിട്ട് മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് ഒന്നിങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യില്ലേ, ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. 2 ഉരുളക്കിഴങ്ങും ഏകദേശം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചിലത് തീരെ കനം കുറഞ്ഞും ചിലത് തീരെ കനം കൂടിയും അങ്ങനെയൊന്നും ആയി പോകരുത്. ഏകദേശം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ട ഞാൻ ഇതേപോലെ എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെയാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കിട്ടും. മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വലിപ്പത്തിലെ 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും എല്ലാം ഏകദേശം ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീരെ അങ്ങോട്ട് കനം കുറച്ചിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ കറിയൊക്കെ കളയാനായിട്ട് 2-3 തവണ നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയും കൂടി എടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ടവലിൽ ശരിക്കും ഒന്നുകൂടെ തുടച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞും കൂടി വേണോട്ടോ എടുക്കാനായിട്ട്. നമ്മൾ വെള്ളം കളഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ കോട്ടിങ് കറക്റ്റായിട്ട് പിടിക്കില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് ഒന്നുകൂടെ തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. ഇനി മറ്റൊരു ബൗളിൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവുള്ള മുളക് പൊടിയോ കളറുള്ള മുളക് പൊടിയോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. കളറുള്ള മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ കൂടുതൽ കിട്ടും. അല്ല എരിവാണ് വേണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ആക്കി ഇതേപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. കണ്ടോ, ഒരുപാട് കട്ടി കൂടി പോവാതെയും കുറഞ്ഞു പോവാതെയും പാകത്തിനായിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ ഒരുപാട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് കുറച്ച് നോക്കി മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഓരോന്നും ഇതേപോലെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് ഒന്നും കൂടി കോട്ട് ചെയ്ത് കൂടി എടുക്കാം. ഞാനിവിടെ ഒരു 3 ബ്രെഡ് മിക്സർ ഉണങ്ങിയ ജാറിൽ നന്നായിട്ട് ഒന്നും കൂടി പൊടിച്ചെടുത്തത് കേട്ടോ. മൈദയുടെ മിക്സ് കണ്ടോ, ഈ ഒരു കട്ടിയിൽ വേണം ഇരിക്കാനായിട്ട്. അപ്പം മൈദയും കോൺഫ്ലവറും ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതേപോലെ കട്ടിയായിട്ട് വന്നാൽ മാത്രമാണ് ബ്രെഡ് ക്രംസ് ഒക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയമൊന്നും കളയാതെ നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തും കൂടി എടുത്താൽ മാത്രം മതി. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെക്കണ്ട. ഇതേപോലെ ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു വശമൊക്കെ ഒന്നുകൂടെ കളർ മാറി വന്ന് തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം നല്ലോണം കളർ മാറി മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മസാല ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ആ മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും മിക്സിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടി പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ തീരെ കുറഞ്ഞു പോവാതെ നോക്കിയാൽ മാത്രം മതി. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. കഴിക്കാൻ നേരത്ത് ഒരുപാട് തണുത്ത് പോവാതെ ചെറു ചൂടോട് കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോയി കഴിഞ്ഞാൽ ചൂടോട് കൂടി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറു ചൂടോട് കൂടി നല്ലൊരു സോസിൻ്റെയും അതേപോലെ തന്നെ ചായയുടെയും ഒക്കെ കൂടെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കണ്ടോ, 2 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങിൽ നിന്നാണ് ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ നല്ലൊരു ചൂട് ചായയുടെയും അതേപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെയും ഒക്കെ കൂടെ ചെറു ചൂടോട് കൂടി കേട്ടോ കഴിക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. വൈകിട്ട് സ്കൂളൊക്കെ വിട്ടുവരുന്ന നമ്മുടെ കുട്ടീസിനെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റാവുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ്. ഇവിടെ തന്നെ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.